2 ദിവസം മുമ്പ് മുള്ളവന ചന്തയിലൊരു സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് നടനും കൊല്ലത്തെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി കൂടിയായ കൃഷ്ണകുമാറിന് കണ്ണിൽ പരിക്കേൽക്കുന്നത്. ഈ പരിക്ക് അദ്ദേഹം ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഒരു ഹാർഡ് ഒബ്ജക്റ്റ് കണ്ണിൽ കൊണ്ടാണ് പരിക്കേറ്റത് എന്നതായിരുന്നു ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്. ഈ തുടർന്ന് അദ്ദേഹം പിന്നീട് പോലീസിലടക്കം പരാതി നൽകി. ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന സംശയമടക്കം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തു. നമസ്കാരം. കഴിഞ്ഞ ദിവസം പരാതി അടക്കം നൽകി. ഇതിലൊരു പോലീസ് അന്വേഷണം അടക്കം ഉണ്ടാവുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ഒരു BJP പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു എന്നുള്ളതാണ് കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇതിൽ ഒരു ബോധപൂർവമായ അക്രമം എന്നായിരുന്നു നമുക്ക് ആദ്യഘട്ടത്തിലടക്കം സംശയമുണ്ടായത്. അതായത് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ തനിക്കെതിരെ അക്രമം ഉണ്ടാകുന്നു, പക്ഷേ അതിന് ആദ്യഘട്ടത്തിൽ ആരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അറിയാതാണെന്ന് പോലും ഒരാളും തന്നോട് പറഞ്ഞില്ല. അതേ തുടർന്നാണ് പരാതി അടക്കം മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ BJP പ്രവർത്തകനാണ് പിടിയിലാവുന്നത്. എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്? എന്താണ് പിന്നീട് അത് പാർട്ടി തലത്തിൽ സംസാരിച്ചിരുന്ന വിഷയം? ഈ പരിക്കേറ്റ് ഒരു ദിവസമായതിനു ശേഷവും ആരും ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. അപ്പം ഞാൻ വീണ്ടും പൊതുരംഗത്ത് പബ്ലിക്കിനിടയിൽ വലിയ കൂട്ടങ്ങളുടെ ഇടയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു മാരകമായ ഒരു പരിക്ക് കണ്ണിന് പറ്റുന്നു, കൃഷ്ണമണിയിൽ കീറൽ പറ്റുന്നു, കണ്ണിനകത്ത് ഹെമറേജ് ഉണ്ടാകുന്നു. ഇത്രയും വേദന അനുഭവിച്ചിരിക്കുമ്പോൾ എനിക്കറിയണം എന്ത് സംഭവിച്ചു. സ്വാഭാവികമായിട്ടും പാർട്ടിക്കാരോട് ചർച്ച ചെയ്തപ്പോൾ ഒരു ദിവസവും കഴിഞ്ഞിട്ടും ഒരു അനക്കം ഉണ്ടാവാത്തപ്പോൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലീസ് ഇന്നലെ അന്വേഷിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണ്. എന്തോ ആയിക്കോട്ടെ, അതിൽ നിന്നൊന്ന് വ്യക്തമാകുന്നു, അതീവ ഗുരുതരമായൊരു പരിക്ക് പറ്റിയിരിക്കുന്നു. അതിൽ പറയുന്നത് ഒരു താക്കോൽ കണ്ണിൽ കൊണ്ടാണ് ഈ കീറൽ പറ്റിയത്, ഈ പരിക്ക് പറ്റിയെന്ന്. ഞാൻ ആദ്യം തൊട്ടേ പറയുന്നു, ഒരു വളരെ കൂർത്തൊരു സംഭവമാണ് കണ്ണിൽ കൊണ്ടിരിക്കുന്നത്. ഡോക്ടറും പറഞ്ഞിരിക്കണം, കൃഷ്ണമണി കീറി പോകണമെന്നുണ്ടെങ്കിൽ അതീവ ഗുരുതരമായ ഒരു പരിക്കാണ്. ഇതിൽ തന്നെ ഇപ്പോൾ പോലീസിൻ്റെ വേർഷൻ അതവിടെ നിൽക്കട്ടെ, ഈ BJP പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തുള്ള മൊഴിയെടുത്തു എന്ന് പറയുന്നു. ഈ മൊഴിയെടുത്തെങ്കിൽ മൊഴിയുടെ പകർപ്പും കൂടി നമുക്ക് തരണം. ഈ സനലുമായി സംസാരിച്ചിരുന്നോ? ഈ പിടിയിലായ ആ വ്യക്തിയുമായി സംസാരിച്ചിരുന്നോ BJP പ്രവർത്തനവുമായി? ഇല്ല, ഞാൻ ഇന്നലെ കംപ്ലീറ്റ് പ്രചരണത്തിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ മലമ്പ്രദേശത്ത് അവിടെ നിൽക്കും. നമ്മൾ ആരും ഇത്തരം ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് പാർട്ടി തലത്തിലുള്ള അന്വേഷണമോ അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ ഇക്കാര്യത്തിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള റീചെക്കിംഗ് നടന്നിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഇന്നലെ പാർട്ടിയുടെ ഉന്നതരെ മുഴുവൻ എല്ലാവരുമായി സംസാരിച്ചു. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ സനൽ എന്ന് പറഞ്ഞ വ്യക്തി ഈ കാര്യം അറിഞ്ഞിട്ടുമില്ല, അദ്ദേഹം ഇങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ നേരിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇത് മുഴുവൻ പാർട്ടിക്കാർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് ഇതിൻ്റെ മൊഴിപ്പകർപ്പ്? മൊഴിപ്പകർപ്പ് വരട്ടെ. അപ്പോഴെല്ലാം നമുക്കൊരു, അതായത് ഒരു ആക്രമണം നടന്നിരിക്കുമ്പോൾ ആരും ആയിക്കോട്ടെ, പരിക്കേറ്റിരിക്കുന്ന വ്യക്തിയാണ് പറയുന്നത്, എനിക്കിതിനെപ്പറ്റി അറിയണം. പോലീസിൽ കൊടുത്തിരിക്കുന്നു. പോലീസ് അന്വേഷിച്ച് അതിൻ്റെ കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് നമുക്ക് തരേണ്ടത്. അല്ല, ഇക്കാര്യത്തിൽ ഈ നിലവിൽ ഇപ്പോൾ വരുന്ന ആരോപണം, സൈബർ ഇടങ്ങളിലടക്കം വരുന്ന ആരോപണം BJP പ്രവർത്തകന്റെ ഭാഗത്ത് തന്നെയാണ് അക്രമം ഉണ്ടായത്, അല്ലാതെ തങ്ങളാരും ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ എതിരാളികളടക്കം മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനം. അത് അക്രമം എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം തന്നെ പറയുന്നതനുസരിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ പോലീസ് പറയുന്ന വർഷം അനുസരിച്ചാണ് അബദ്ധത്തിൽ കൊണ്ടുവന്നുള്ളതാണ്. താങ്കൾക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇതിലൊരു റിപ്ലൈ ഇല്ലാതെ വന്നതോടെയാണ് പരാതിയുമായി അടക്കം മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു മനുഷ്യൻ്റെ കണ്ണ്, അതും ഗുരുതരമായൊരു മുറിവേറ്റ് കഴിഞ്ഞാൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന ഒരു ദിവസം പോലും വിശ്രമം എടുക്കാൻ പറ്റില്ല. കാരണം ഇലക്ഷൻ്റെ അവസാന നാളുകളാണ്. പിന്നെ നമ്മളെല്ലാം ഇതുപോലെ പലതരം നാടകങ്ങൾ കാണാറുണ്ട്. ഇലക്ഷൻ സമയത്ത് കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, പ്ലാസ്റ്റർ ഇട്ട് വരാം. അത് വളരെ എളുപ്പമാണ്. അതുപോലെയല്ല, ഒരു കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് ഒരാൾ ഇറങ്ങത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ചില ക്രൂരന്മാരുണ്ട്, അത് ഏത് പാർട്ടിയിലാകട്ടെ, അവർക്ക് മറ്റൊരു മനുഷ്യൻ്റെ വേദനയിലും അവർ രസിക്കുന്നവരുണ്ട്. അതായത് സാഡിസ്റ്റിക് പ്ലഷറിൻ്റെ അങ്ങേ അറ്റമാണ്. ഞാനും എൻ്റെ കുടുംബവും, അതായത് 5 സ്ത്രീകളാണ്, അവരിരുന്ന് വേദനിക്കണം. അവർക്കൂടെ വന്ന് നിന്ന്, ഭാര്യ വന്നു കണ്ടിട്ട് പോയി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചികിത്സയ്ക്കായിട്ട് നമുക്ക് പോകാൻ പോലും പറ്റുന്നില്ല. ഇവിടെ ബെൻസിഗർ ഹോസ്പിറ്റലിൽ ഡെയിലി വെച്ച് ഡ്രസ്സ് ചെയ്യുന്നു എന്നല്ലാതെ ഇതിന് കാര്യമായൊരു ട്രീറ്റ്മെൻറ്റ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല. മനസ്സിലാക്കണം, 55 വയസ്സുള്ളൊരു വ്യക്തിയുടെ കണ്ണാണ് പോകുന്നത്. പ്രചരണത്തിന് പോലും പലപ്പോഴും ഇടവേളകൾ നൽകേണ്ടി വന്നു തോന്നുന്നു, അല്ലേ? ഈ കണ്ണിലെ വേദന ഉണ്ട്. കാരണം ഈ മൂടി വെച്ച് ഒറ്റ കണ്ണുമായിട്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതും പറഞ്ഞ് പലരും രസിച്ചോട്ടെ. പക്ഷെ ഒരു കാര്യം, ഞാൻ പ്രചരണത്തിൽ നിന്ന് പിന്നോട്ടാക്കാൻ എന്നെ ഇനി ഒരു ശക്തിക്കും ഇത്തരം ഒരു കളിയാക്കലിനൊന്നിനും ഞാൻ മാറില്ല. കാരണം ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ ആ കാര്യം നടത്തിയതിന് ശേഷം മാത്രമേ പിന്മാറൂ. കാരണം ഞാൻ അറിയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഓരോരുത്തർ അയക്കുന്നു ഈ സെൽഫി ഫോട്ടോ റിവേഴ്സ് ചെയ്തിട്ട് വലത്തെ കണ്ണിലെ പരിക്ക് ഇടതോട്ട് മാറി എന്നൊക്കെ പറഞ്ഞ്. ഇതെല്ലാം രസിക്കുന്നവർ ഓർക്കുക, അവരവർക്ക് ഇതെന്തെങ്കിലും വരുമ്പോഴേ ഇതിൻ്റെ വേദന മനസ്സിലാവും. ആർക്കൊന്നും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. അത് വേറെ വിഷയം. പരാതി പിൻവലിക്കുന്ന സാഹചര്യം അടക്കം ഇനി ഉണ്ടാവുക? കാരണം ഒരു BJP പ്രവർത്തകനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പരാതി പിൻവലിക്കുമോ? ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഈ നിമിഷം വരെ ഈ BJP പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു മൊഴിപ്പകർപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. താങ്കൾ അറിയിച്ചിരുന്നു എന്തെങ്കിലും? പോലീസ് വിളിച്ച് അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെ ഞങ്ങൾക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ അന്വേഷിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വിവരവും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് മുഴുവൻ മീഡിയയിലൂടെ ഞാൻ അറിയുന്നു. സ്വാഭാവികം ഓരോരുത്തരും അയച്ചു തരും, നമ്മൾ കാണും. അതും ഇന്നലെ വളരെ വൈകി വന്നുകൊണ്ട് ഇന്ന് രാവിലെയാണ് ഇതെല്ലാം അറിയുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഇതിൽ നിന്നും തെളിഞ്ഞല്ലോ, ഞാൻ വേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്.
അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അത് തന്നെ ഏറ്റവും വലിയൊരു, അത് ആര് കണ്ടെത്തിയാലും അതിനൊരു അനുമോദനം ആര് കണ്ടെത്തിയാലും. എന്തായാലും കൃഷ്ണകുമാറിന് പറയാനുള്ളത് ഇത്രമാത്രമാണ്. തനിക്കെതിരെ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നു. ആ അക്രമം ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പാർട്ടി തലങ്ങളിലടക്കം ഇക്കാര്യത്തിൽ ക്രോസ് ചെക്കിംഗ് അടക്കം നടന്നതാണ്. പോലീസ് പിടിച്ചു എന്ന് പറയുന്ന ആളുടെ മൊഴിപ്പകർപ്പടക്കം ലഭ്യമാക്കണം എന്നുള്ളതാണ് കൃഷ്ണകുമാർ ആവശ്യമായി മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ നേരത്തെ വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളടക്കം ഈ NDAയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അടക്കം ഉണ്ടാവുകയും ചെയ്തതാണ്.